നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ ചെടികളൊക്കെ വെറുതെ വിളവെടുപ്പിന് ശേഷം മുറിച്ച് കളയാതെ അതെങ്ങനെയാണ് ഉപകാരപ്രദമായ രീതിയിൽ വളമായും അതുപോലെ പുതിയിടാനും ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത്തരം രീതികൾ കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്കും അതുപോലെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നവർക്കുമായിരിക്കും. പ്രത്യേകിച്ചും ടെറസിലും ബാൽക്കണിയിലും ഒക്കെ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ബാക്കി വിളവെടുപ്പിന് ശേഷം ചെടികളൊക്കെ വെറുതെ മുറിച്ച് കളയുകയാണ് ചെയ്യാറ്. നാട്ടിലൊക്കെ മഴക്കാലം ആകുമ്പോഴേക്കും ചവറ് കോതലും അതുപോലെ തന്നെ അതെല്ലാം കൂട്ടിയിട്ട് ചെടികൾക്ക് വളമായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ അകലങ്ങളിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ നമ്മുടെ പ്രവാസ ലോകത്ത് ഇതുപോലെ ചിലപ്പോൾ ചെടികൾ തന്നെ കാണുകയില്ല. മരങ്ങളുടെ അഭാവം, അതുപോലെ തന്നെ വില്ലകളിൽ താമസിക്കുന്നവർക്കാവുമ്പോൾ അത്ര ബുദ്ധിമുട്ട് വരികയില്ല. പക്ഷേ ബാക്കി ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പച്ചില വെള്ളത്തിനൊക്കെ ക്ഷാമം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നമ്മളിങ്ങനെ മുറിച്ച് കളയുന്ന അല്ലെങ്കിൽ പറിച്ചു കളയുന്ന ചെടികളിൽ നിന്ന് ശേഖരിക്കുന്ന ഇലകൾ ഉപയോഗിച്ചുള്ള വളനിർമ്മാണവും അതുപോലെ തന്നെ പുതിയിടയിലുമെല്ലാം. ഇവിടെ ഞാനിപ്പോൾ മുറിച്ച് മാറ്റിയിരിക്കുന്നത് വിളവെടുപ്പിന് ശേഷമുള്ള തക്കാളിയുടെ ചെടികളും അതുപോലെ മണിത്തക്കാളിയുടെ ഇലകളുമൊക്കെയാണ്. ഇലകൾ മാത്രമല്ല, നമുക്ക് വേരുകളും ഇതുപോലെ പുതിയിടാനും വളമാക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഗൾഫ് മേഖലകളിലൊക്കെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. ചെടികളാണെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്ന സമയം. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ ചെടികളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. എങ്കിലും കുറേ നശിച്ചു പോകും കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിലും കുറേയൊക്കെ നശിച്ചു പോയി. എങ്കിലും ചില സസ്യങ്ങളൊക്കെ നമുക്ക് അതേപടി നിർത്താനും പറ്റുന്നുണ്ട്. ഇങ്ങനെ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ആവരണമായിട്ട് നമ്മൾ പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യവും വരികയില്ല. അതുപോലെ ബാഷ്പീകരണവും കുറയും. അങ്ങനെ ചെടികൾക്ക് നല്ലൊരു തണുപ്പ് ലഭിക്കാൻ ഇത് കാരണമാകും. കൃഷിയുടെ ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ഇലകളില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഇലകൾ പറിച്ചുകൊണ്ട് വന്ന് കരിയിലയാക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു പുത കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് കൂടുതൽ ചെടികൾ ഉണ്ടാകുമ്പോൾ അത് വെറുതെ നഷ്ടമാക്കി കളയാതെ അതെല്ലാം പറിച്ചെടുത്ത് ഇതുപോലെ പുതയിടുകയാണ് ചെയ്യാറുള്ളത്. സാധാരണ രീതിയിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വെക്കേഷൻ ടൈം ആയിരിക്കും. അങ്ങനെ അധികം ചെടികൾ ഈ സമയത്ത് വയ്ക്കാറില്ല. പക്ഷേ ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ചെടികളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കുറേയൊക്കെ ഗ്രീൻ ഹൗസിലേക്ക് മാറ്റും. എങ്കിലും നമുക്ക് പുറത്തേക്ക് വെക്കുന്ന ചെടികൾക്ക് കുറച്ച് ഒരു സംരക്ഷണമായിട്ട് ഇതുപോലെ പൊതിയിടുകയാണെങ്കിൽ ഒട്ടുമിക്ക ചെടികളെ തന്നെ ഇങ്ങനെ പരിപാലിക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ചൂടായതുകൊണ്ട് ഇലകൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി മണ്ണോട് ചേരുന്നുണ്ട്. എങ്കിലും നമുക്ക് ആകുന്ന രീതിയിൽ പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചെടികളെ സംരക്ഷിക്കാം. ചിത്രത്തിൽ കാണുന്ന പയറിൻ്റെ ചെടിയൊക്കെ പോയി കേട്ടോ. കാരണം നല്ല ചൂടായതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല. ഇനി സീസൺ തുടങ്ങുമ്പോൾ ആദ്യം പോലെ ഒന്നുകൂടെ തുടങ്ങണം. പയറ് ചെടിയും അധികം ചൂടാകുമ്പോൾ കരിഞ്ഞു പോവുകയാണ് പതിവ്. എങ്കിലും വെണ്ട, വഴുതന, ചീര ഇവയൊക്കെ ഈ സമയത്ത് വെച്ച് പിടിപ്പിക്കാനും അതുപോലെ സംരക്ഷിക്കാനും പറ്റുന്ന ചെടികൾ തന്നെയാണ്. അമരപ്പയറിൻ്റെ സീസൺ കഴിഞ്ഞപ്പോഴേക്കും പൂക്കളുണ്ടായെങ്കിലും പിന്നീട് കാ പിടിക്കുന്നത് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ ആ ഇലകളെല്ലാം പറിച്ചെടുത്ത് വളമാക്കുകയാണ് ചെയ്തത്. പിന്നീട് പൊതിയിടാനും ഉപയോഗിച്ചു. അമരപ്പയറും അതുപോലെ സാധാരണ പയറുമെല്ലാം ഒരു മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പൂവിടും, കായ്കൾ പിടിക്കുമെങ്കിലും പിന്നീട് അതെല്ലാം ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നശിച്ചു പോകുന്ന ചെടികളെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. മറ്റു ചെടികളുടെ ഇലകളെ വെച്ച് നോക്കുമ്പോൾ പയറിൻ്റെ ഇലയ്ക്ക് കൂടുതൽ നൈട്രജൻ കണ്ടൻറ്റ് അതിലുള്ളതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഇല തന്നെയാണ്. ഞാൻ രണ്ട് രീതിയിലാണ് ഇവയെല്ലാം വളമാക്കുന്നത്. ഒന്ന് സാധാരണ ഇലകളായിട്ട് തന്നെ ഇട്ട് കൊടുക്കും മണ്ണിൽ. മറ്റൊരു രീതി ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അത് പേസ്റ്റ് രൂപത്തിലാക്കി അതിൻ്റെ ചണ്ടി വേർതിരിച്ച് പിന്നീട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന പതിവുമുണ്ട്. ജ്യൂസ് രൂപത്തിലാക്കുകയാണെങ്കിൽ ചെടികൾക്കത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനും അതുപോലെ നല്ല വളർച്ചയ്ക്കും എല്ലാം ഉപകരിക്കും. ചൂടുകാലത്ത് മാത്രമല്ല, തണുപ്പ് കാലത്ത് നമുക്ക് ഇത്തരത്തിൽ പയറിൻ്റെയൊക്കെ ഇല കൂടുതലുള്ളപ്പം മൂത്ത് പോകുന്ന ഇലകളൊക്കെ ശേഖരിച്ച് ഇതുപോലെ ദ്രാവക രൂപത്തിലോ അല്ലെങ്കിൽ ചെറിയതായിട്ട് പൊടിച്ചോ ഒക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന ചണ്ടിയാണെങ്കിലും അങ്ങനെ കളയാതെ അത് നമുക്ക് മണ്ണിൽ കുറച്ച് മണ്ണ് മാറ്റിയിട്ടിട്ട് താഴേക്ക് ഇട്ട് കൊടുത്ത് മൂടിയിടുകയാണെങ്കിൽ അതും മണ്ണുമൊക്കെ ആയിക്കൊള്ളും. ഇവിടെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തത് കുഴമ്പ് പരുവത്തിലാക്കാതെ കുറച്ച് വെള്ളവുമായിട്ട് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ.
ഇതുപോലെ ഇലകൾ പറിച്ചെടുത്ത് ജ്യൂസാക്കി ചെടികൾക്ക് നൽകുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എല്ലാവർക്കും. അങ്ങനെ സമയമില്ലാത്തവരാണെങ്കിൽ ഇലകൾ പറിച്ചെടുത്ത് ചെടിയുടെ ചൂട്ടിലിട്ട് കൊടുത്താലും മതി. ചില സമയങ്ങളിൽ ചെടികൾ ഇങ്ങനെ വിളവെടുപ്പിന് ശേഷം നിൽക്കുകയാണെങ്കിൽ അതിൽ ധാരാളം കീടബാധകൾ, പ്രത്യേകിച്ച് മീലിബഗ് മൂട്ട ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് വന്ന് അതിൽ പൊതിയാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൂടുതൽ ഉണങ്ങാൻ നിർത്താതെ അല്ലെങ്കിൽ കൂടുതൽ നശിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് ഇലകളെല്ലാം പറിച്ചെടുത്ത് ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് പണി എളുപ്പമാകുകയും ചെയ്യും. കൂടുതൽ കീടബാധയുണ്ടായാലും മറ്റ് ചെടികളിലേക്ക് വ്യാപിക്കുന്നതിനും അതുപോലെ നമുക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് പതിപ്പിക്കേണ്ടതായിട്ടും ഒക്കെ വരും. കീടനാശിനികളുടെ ഉപയോഗം, അതുപോലെ നമുക്ക് വളങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും, കീടനാശിനികൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ എതിരെയായിട്ട് ഇതുപോലെ ഇലകൾ പറിച്ച് നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പമാർഗ്ഗമാകും. ഇവിടെ ഞാൻ ഡൈല്യൂട്ട് ചെയ്തെടുത്തത് കുറച്ചുകൂടെ നേർപ്പിച്ചാണ് ചെടികളുടെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ അരിച്ചെടുത്തെങ്കിൽ മാത്രമേ സ്പ്രേ ചെയ്യാൻ എളുപ്പമാവുള്ളൂ, അല്ലെങ്കിൽ കയ്യിലെടുത്ത് തളിച്ചാലും മതിയാവും. ചെടിയുടെ ചുവട്ടിലും അതുപോലെ ഇലകളിലുമൊക്കെ ഇതുപോലെ തളിച്ചു കൊടുക്കുകയോ കുറ്റിക്കുകയോ ഒക്കെ ആകാം. ലായനി രൂപത്തിൽ മാത്രമല്ല, നമുക്കിത് കമ്പോസ്റ്റ് രൂപത്തിലും ചെടികൾക്ക് കൊടുക്കാൻ കഴിയും. വെള്ളം ചേർക്കാതെ കുഴമ്പ് രൂപത്തിലാക്കുന്നത് നമുക്ക് മണ്ണിൽ നേരിട്ട് കമ്പോസ്റ്റ് രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയും, അല്ലെങ്കിൽ നമുക്ക് ചണ്ടി ലായനി രൂപത്തിലാക്കിയതിൻ്റെ ബാക്കിയുള്ളത് ചണ്ടി രൂപത്തിലായതും ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ സൗകര്യാർത്ഥം. സമയക്കുറവുള്ളവരാണെങ്കിൽ എളുപ്പമാർഗ്ഗം സ്വീകരിക്കുന്നതായിരിക്കും ഉത്തമം. സാധാരണ രീതിയിൽ ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ എളുപ്പമുള്ളത് ലായനി രൂപത്തിൽ കൊടുക്കുന്നതാണ്. ഇത് കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം. മണ്ണിലിട്ട് കൊടുക്കുന്നത് മൂലം അത് വളമായും മണ്ണായും ഒക്കെ തീർന്നുകൊള്ളും. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേരിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ മെയിൻ ബ്രാഞ്ച് അതിൽ തട്ടാതെ കുറച്ച് അകലെയായിട്ട് മണ്ണ് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ അത് വിപരീത ഫലമേ ഉണ്ടാക്കുകയുള്ളൂ. പെട്ടെന്ന് ചെടി കരിയാനും കേടുപാടുകൾ സംഭവിക്കാനും ഒക്കെ ഇത് കാരണമാകും. കിച്ചൺ വേസ്റ്റ് എങ്ങനെ കമ്പോസ്റ്റ് ആക്കാതെ വളമാക്കാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ ഇലകൾ ഇങ്ങനെ വേസ്റ്റാക്കി എടുക്കുമ്പോൾ ഈച്ചകളും പുഴുക്കളും ഒക്കെ വന്നിരുന്ന് ശല്യം ഉണ്ടാക്കാതെ നമുക്ക് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കരിയിലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പ്രാണികളുടെ ശല്യം മൂലം കീടബാധകൾ ചെടികൾക്കുണ്ടാകാതിരിക്കാൻ ഈ രീതി ചെയ്യുന്നത് മൂലം ഉപകാരപ്രദമായിരിക്കും. ഈ രീതിയിൽ നമ്മൾ ഇലകൾ വളമാക്കുന്നത് കൊണ്ട് ധാരാളം ധാതുക്കളും സൂക്ഷ്മ മൂലകങ്ങളും ഒക്കെയാണ് ചെടികൾക്ക് ലഭ്യമാകുക. ഉണങ്ങിയ രൂപത്തിലുള്ള ഇലകളെക്കാളും കൂടുതൽ ചെടികൾക്ക് പ്രയോജനപ്പെടുന്നത് എപ്പോഴും പച്ചിലകൾ തന്നെ. ഓരോ തരത്തിലുള്ള ഇലകൾക്കും ഗുണങ്ങളിൽ വ്യത്യാസമുണ്ടാകും. എന്നിരുന്നാലും നമുക്ക് സാധിക്കുന്ന തരത്തിലൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവവും നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഇലകൾ ഈ രീതിയിൽ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അലിഞ്ഞു ചേർന്നുകൊള്ളും. അല്ലെങ്കിൽ പൊടിഞ്ഞു ചേർന്ന് ഉണങ്ങിയ പരുവത്തിലായിരിക്കും മണ്ണിലേക്ക് ചേരുക. അഴുകി ചേരുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇലകളും തണ്ടുകളും മാത്രമല്ല, നമുക്ക് വേരുകളും ഇതുപോലെ പൊതിയിടുവാനും വളമായിട്ടൊക്കെ ഉപയോഗിക്കാം. നാട്ടിലൊക്കെ പ്രത്യേകിച്ചും ഗ്രോ ബാഗുകളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചൂടുകാലത്ത് ചകിരിത്തൊണ്ട് കമത്തി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ആ രീതി നമുക്കും ഇവിടെ ഫോളോ ചെയ്യാം. ചകിരിത്തൊണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ രീതിയിൽ വെച്ച് കൊടുക്കാം. പൊതിയിട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും. ചകിരിത്തൊണ്ടിൻ്റെ കൂടെ ഇതുപോലെ കളക്ട് ചെയ്തെടുക്കുന്ന ചെടികളുടെ വേര് ഉപയോഗിക്കാം. ഞാനിവിടെ ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തണ്ടുകളൊക്കെ ഇങ്ങനെ പൊതിയിട്ട് വീണ്ടും ഉണങ്ങിക്കഴിയുമ്പോൾ അത് നമുക്ക് വേറൊരു തരത്തിൽ കൂടി ചെടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. അതെല്ലാവരും ഒന്ന് കാണുവാൻ ശ്രമിച്ച് നോക്കുക. വീഡിയോ അധികം ലെന്തി ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമയോട് കാത്തിരിക്കണേ. ടെറസിലൊക്കെ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ ഇതുപോലെ വേസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് കൊണ്ട് കളയാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗപ്രദമാക്കി തീർക്കുകയാണെങ്കിൽ ചെടികൾക്കും പ്രയോജനപ്പെടും, നമുക്കത് എളുപ്പമാർഗ്ഗമാകുകയും ചെയ്യും. അങ്ങനെ നമ്മൾ വളർത്തിയെടുത്ത ചെടികളുടെ ഇലകളും വേരുകളും എല്ലാം ചെടികൾക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അവയെ കൂടുതൽ വളരാനായിട്ട് അനുവദിക്കാം.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി, എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.